ഭയങ്കര അടിപൊളി മെമ്മറീസ് ആയിരുന്നു ഞങ്ങളുടെ കോളേജ് ഡേയ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെ ഫേവറേറ്റ് ഉള്ളൊരു കാര്യമാണ് ബാഗ് കൂടെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാട്ടോ, നിവ്യന്റെ അണ്ടർ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഹലോ, എന്റെ പേര് ഷിജി. വെൽക്കം ടു മൈ ഫാമിലി. I'm going crazy. I'm going crazy. 무뎌져 버린 내 가슴이 뛰어. I'm going crazy. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസമായാലും ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. മെയിൻ ആയിട്ടുള്ള എന്താന്ന് പറയാലോ, ഭയങ്കര മടിയായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് ഒരു മൂഡില്ലായിരുന്നു എടുക്കാൻ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ അതാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് കാണിക്കാനാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ. ഞാൻ ഒരുപാട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കാണുന്നതും വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലോങ് ആണ്, അതായത് 1 ഡേ ഫുൾ എടുക്കും പോയി വരാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് നമുക്ക് വേഗം പോയി നോക്കി വന്നാലോ. അപ്പോൾ അതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഞാൻ മൂക്ക് കുത്തിയിട്ടോ. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മൂക്ക് കുത്തുക എന്നുള്ളത്. നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്താണെന്ന് നമുക്ക് വേഗം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ ബാഗ് അല്ലേ. അപ്പൊ ഞാൻ ബാഗ് താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ പോകുന്ന എൻ്റെ സ്വന്തം ബാഗ്. അപ്പൊ ഇതാട്ടോ, ഞാനിതിപ്പോൾ 2 കൊല്ലമായി ഞാൻ ഈ ഒരു ബാഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ബാഗിനോടുള്ള ഒരു ക്രേസിങ് ഒന്നും എനിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറ് ബാഗ് ആണെങ്കിലും വാളറ്റ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കാണുകയാണെങ്കിൽ ആ ഒരു ബാഗ് ആയിരിക്കും പിന്നെ എന്നെ ഉണ്ടാവുക. പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താലേ ഞാൻ പിന്നെ അത് കളയത്തുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ. എനിക്ക് ബാഗിനോട്, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല, ബാഗിനോടുള്ള ഒരു ഇഷ്ടം അങ്ങനെയാണ് എനിക്ക്. ഇതാണ് ഇപ്പോഴത്തെ റീസെന്റ് എൻ്റെ ഫേവറേറ്റ് ഉള്ള ഒരു ബാഗ് ആട്ടോ. ഇത് ഒരുപാട് ബ്രാൻഡിന്റെ സാധനങ്ങൾ, ഒരുപാട് വില കൂടിയതൊന്നുമല്ല, ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനം തന്നെയാണ്. നമ്മൾ സാധാരണ ഇവിടുത്തെ ടൗണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ബാഗ് ആട്ടോ. അപ്പൊ ഈ ബാഗിലാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാലോ, പെട്ടെന്ന് നമ്മളിപ്പോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനേക്ക് നമ്മളൊരു ടൗണിൽ പോവുക, എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനോ സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ ഈ ബാഗ് ആയിരിക്കും കൊണ്ടുപോകുക. പക്ഷെ ഇതിലുള്ള സാധനങ്ങൾ ഇത്ര ഉണ്ടാവില്ല. എൻ്റെ ഫോൺ ഉണ്ടാകും, എൻ്റെ വാളറ്റ് ഉണ്ടാകും. മെയിൻലി ഈ 2 സാധനങ്ങൾ മാത്രമേ എൻ്റെ ബാഗിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകാറുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഒരു ദിവസം ഫുൾ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളൊരു കാര്യങ്ങളും പിന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് എന്തായാലും ഈ ഒരു ടൈമിൽ എടുക്കണം. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളുമാണ് ഞാൻ ഈ ബാഗിൽ കുത്തി നിറച്ചിട്ടുള്ളത്. കുത്തി നിറയല്ല, പകുതി ഫില്ലാട്ടോ, പകുതി ഫില്ലാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ, അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ബാഗ് തുറന്ന് കാണിച്ചു തരാം. ബാഗ് തുറന്ന് കാണിക്കാൻ പോകുന്നത് ടിഷ്യൂ. അപ്പൊ എനിക്ക് ടിഷ്യൂ എൻ്റെ ഒരു പാക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പാക്കറ്റിലല്ല, എൻ്റെ ബാഗിൽ എപ്പോഴും ടിഷ്യൂ കാണും. ഇതെന്താന്ന് വെച്ചാൽ, ഞാൻ ഇത് ഡിഗ്രി പഠിച്ച സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ടീം ഉണ്ടായിരുന്നു. അതിൽ ലിയ എന്ന് പറഞ്ഞൊരു കുട്ടി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാൾ ലിയ എന്ന് പറഞ്ഞൊരു ടിഷ്യൂസ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് അവളുടെ ബാഗിൽ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും ഒരു പാക്കറ്റ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും എല്ലാ സമയത്തും ബാഗിൽ നിന്ന് എടുത്ത് ടിഷ്യൂ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. പിന്നെ അതായത് അവരുടെ അത് കണ്ടിട്ട് ഞങ്ങൾ അതിൽ നിന്ന് എടുക്കും. ഞങ്ങൾ ആദ്യമൊക്കെ കച്ചീഫായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പണ്ട് ടിഷ്യൂസ് ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഞാൻ അവർ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കച്ചീഫ് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ അവരുടെ പാക്കറ്റ് ബാഗുണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു ആ കോളേജ് ടൈമിൽ. അതൊക്കെ ഭയങ്കര അടിപൊളി മെമ്മറീസ് ആയിരുന്നു ഞങ്ങളുടെ കോളേജ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇൻസ്പയർഡ് എന്നല്ല, കച്ചീഫ് മാറ്റിയിട്ടും അതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുഷിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇതാകുമ്പോൾ ഒരു പാക്കറ്റ് 10 രൂപയാണ്, നമുക്ക് ആവശ്യത്തിലേറെ നമ്മുടെ ടിഷ്യൂസ് കാണും. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ച് വെക്കും. നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടിഷ്യൂ എടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള ടിഷ്യൂ അല്ലേ, അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫസ്റ്റ് ഒരു പാക്കറ്റ് ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് എൻ്റെ ടിഷ്യൂസ്. അപ്പോൾ ഇത് നല്ലൊരു ശീലമാണ് കേട്ടോ, നമ്മൾ ടിഷ്യൂസൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പാക്കറ്റൊക്കെ സൂക്ഷിക്കുന്നത് നല്ലൊരു ശീലം. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു നല്ല ശീലം കിട്ടുന്നത് ലിയേനെയും ഹന്നേനെയും കണ്ടിട്ടോ. എനിക്ക് താങ്ക് യു ലിയ, താങ്ക് യു ഹന്ന, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു കേട്ടോ. എനിക്ക് നല്ലൊരു ശീലം കേട്ടോ ഈ ഒരു ടിഷ്യൂ കൊണ്ടു കിടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം. പിന്നെ എൻ്റെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് എൻ്റെ വചനപ്പെട്ടി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എവിടെയും ദൂരെ പോവുകയാണെങ്കിലും എൻ്റെ വചനപ്പെട്ടി എൻ്റെ കയ്യിലുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വചനം എടുത്താൽ ഞാൻ എവിടെ പോകുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം വരികയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വചനപ്പെട്ടിയിൽ നിന്ന് ഒരു വചനം എടുക്കും. അതിൽ നിന്ന് എനിക്ക് നല്ലൊരു ഉത്തരം, ആ ഒരു സിറ്റുവേഷനുള്ള ഒരു ഉത്തരം എനിക്ക് ദൈവം തരും, എനിക്ക് അങ്ങ് തന്നിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് നല്ല രീതിയിൽ. ദൈവം തന്നിട്ടുള്ള അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഈ ഒരു വചനപ്പെട്ടി എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഇത് കോളേജിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വചനപ്പെട്ടി. അപ്പോൾ ഇത് ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ വെക്കും. ഇപ്പോൾ വൺ ഡേ പോകുന്നത് കൊണ്ട് ഞാൻ വചനപ്പെട്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ ബൈബിള് കയ്യിലുണ്ടാകും കേട്ടോ. അപ്പോൾ വചനപ്പെട്ടി എന്തായാലും എൻ്റെ കയ്യിലുണ്ടാകും. പിന്നെ എന്തുവാ, ഒരു പേനയുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നാലും വിചാരിച്ചാൽ ഒരു പേന ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. എൻ്റെ ഒരു പേന ഉണ്ടാവും. അതിപ്പോൾ ഒരു കുഞ്ഞു ബുക്കും കൂടെ ഉണ്ട്, അത് കാണുന്നില്ല കേട്ടോ. ആ ബുക്കും പിന്നെ ഒരു പേന, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പേനയും ഒരു ബുക്കും എൻ്റെ ബാഗിലുണ്ടാകും. പിന്നെ എന്താ, ഇപ്പോഴത്തെ ടൈം ആയതുകൊണ്ട് നമുക്ക് മാസ്ക് നിർബന്ധമില്ലേ, അപ്പോൾ നമുക്ക് മാസ്ക് എന്തായാലും വേണം. അതുകൊണ്ട് നമ്മളൊരു മാസ്ക് ഉണ്ട്, 2 മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോകാറ്. പക്ഷേ എന്നാലും എനിവേ ഒരു മാസ്ക് നമുക്ക് ഉള്ളത് നല്ലത്. അപ്പോൾ മാസ്ക് ഉണ്ട്. പിന്നെ സാനിറ്റൈസർ ഉണ്ട്. സാനിറ്റൈസർ ഇപ്പം എൻ്റെ കയ്യിലില്ല, എൻ്റെ ഹസ്ബൻഡ് കൊണ്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ എവിടെയാണെന്ന് ഞങ്ങളൊരു 1 ഡേക്ക് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം സാനിറ്റൈസർ ഇച്ചായൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ സാനിറ്റൈസർ എന്തായാലും ഇച്ചായൻ്റെ പേഴ്സിലോ, പേഴ്സല്ല ഇച്ചായൻ്റെ പോക്കറ്റിലോ എവിടെയെങ്കിലും ആയിരിക്കും വെക്കുക. അപ്പോൾ സാനിറ്റൈസർ എന്തായാലും ഇച്ചായൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ എന്തുവാ, മെയിനായിട്ട് ഫോൺ വേണം. ഫോൺ പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഫോൺ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചാർജർ വേണമല്ലോ, നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ ചാർജർ വേണം. ഞങ്ങൾക്ക് പവർ ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് ചാർജറാണ് യൂസ് ചെയ്തത്. അപ്പം ചാർജർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിലുണ്ടാകുന്നത് പിന്നെ ഞാനിത് റീസെൻ്റ്ലി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. നിവ്യേൻ്റെ അണ്ടർ ആംസിൻ്റെ ഒരു ക്രീമാണ്, വൈറ്റനിങ് ആണ്. പിന്നെ അതേപോലെ ഒരു നമ്മുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറ്റി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫീൽ നൽകുന്നൊരു അടിപൊളിയാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് നല്ലൊരു ഡാർക്ക്നെസ് ഒക്കെ ഒരു മായുന്ന പോലെ നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തീരുവാണെങ്കിൽ ഞാൻ ഇനിയും മേടിക്കാൻ പോവാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം നിവ്യേൻ്റെയാണ്, നല്ല അടിപൊളി സ്മെല്ലായത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ബാഗിൽ വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതേപോലൊരു ഇതിൽ എൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, നമ്മളിപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, നമുക്ക് അവിടെ എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളോ കുറച്ച് ലാഗിങ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും പാട്ടോ സിനിമയോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഇച്ചായൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഫോട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അപ്പം ഈ 2 സാധനം ഞാനിങ്ങനെ അലങ്കോലമായിട്ടൊന്നും ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കുമാണെങ്കിലും ഇച്ചായിക്കാണെങ്കിലും എല്ലാം അടുക്കി പറക്കി അവനവരുടെ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിക്കും എനിക്കും വെക്കേണ്ട ഒരു ടൈപ്പാണ് എനിക്കും ഇച്ചായിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു സാധനം വലിച്ചു വാരി ബാഗിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുമ്പോൾ എല്ലാം കുഴുങ്ങും. അപ്പം അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു ബാഗിൽ സൂക്ഷിക്കും. അപ്പം ഈ ഒരു സാധനം ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്നത് എൻ്റെ വാളറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫേവറേറ്റ് ഉള്ളൊരു കളറാണ് എൻ്റെ റെഡ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കിട്ടിയ ഒരു സാധനമാണ്. ഇത് മേടിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കേടും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. പൈസകളൊന്നും കൂടുതലില്ലെങ്കിലും എൻ്റെ കാർഡ്സ്, എൻ്റെ പാൻ കാർഡ്, ഇലക്ഷൻ കാർഡ്, പിന്നെ എന്ത് കുറേ 10ൻ്റെ നോട്ടുണ്ട്, പിന്നെ ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷൻസിന്, പിന്നെ കുറേ ചില്ലറ പൈസകളുണ്ട്, കുറേ ഫോട്ടോസ് ഉണ്ട്, പിന്നെ എൻ്റെ ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതാണ് എൻ്റെ മെയിൻ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഈ ഒരു വാളറ്റും ആ ഫോണും എടുത്താൽ എനിക്ക് എല്ലാ സാധനങ്ങളും ഇതിൽ നിന്നുണ്ടാവും. കാർഡാണെങ്കിലും ATM കാർഡാണെങ്കിലും എല്ലാം ഇതിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വാളറ്റാണ് ഞാൻ പിന്നെ എൻ്റെ ബാഗിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിന്നെ
എൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരെ പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഫോൺ നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിനേക്കാളും ഇതേപോലെ സെൽഫി സ്റ്റിക്ക് എടുക്കാന്ന് വെച്ചു. ട്രൈപോഡ് ഭയങ്കര വലുതായതുകൊണ്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബൈക്കിലായതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഈ ഒരു സെൽഫി സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് ഞാൻ എന്തായാലും ഒന്ന് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സാധനം ഉണ്ട്. പിന്നെ എന്തുവാ, അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഇതിലാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ ഒരു ബാഗിലാട്ടോ സൂക്ഷിക്കുന്നത്. കാരണം നമുക്ക് എല്ലാം കൂടെ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കും. അതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബാഗിൽ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് വെയിലാണ്. മഴയുണ്ടെങ്കിൽ പോലും ചില സമയത്ത് വെയിലുണ്ടാകും, കാരണം ബൈക്കിലായതുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രിക്കോഷൻ എടുക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിൽ പറ്റുന്നത് ലോട്ടസിൻ്റെ സൺസ്ക്രീമാണ്. അപ്പോൾ ആ ഒരു സൺസ്ക്രീം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിലൊക്കെ എങ്ങനെ വെയിൽ കൊണ്ടാലോ, അപ്പോൾ ബോഡിയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൺസ്ക്രീമാണ്. ഇത് ലാക്മീൻ്റെ സൺ എക്സ്പേർട്ട് ആണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീമും എൻ്റെ കയ്യിലുണ്ടാകും. പിന്നെ ഉണ്ടാകുന്നത് എൻ്റെ ഒരു ക്രീമാണ്. അതായത് നമുക്കൊരു ഫൗണ്ടേഷനിൽ ഒരു നല്ലൊരു ബേസ് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഫൗണ്ടേഷൻ കോമ്പാക്ട് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യത്തില്ല. ഞാൻ മോയ്സ്ചറൈസറും നമ്മുടെ സൺസ്ക്രീമും അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഭയങ്കരമായിട്ട് പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാനുള്ളൊരു കാര്യമാണിത്. ലാക്മീൻ്റെ ഇത് ഞാൻ മേക്കപ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ട്യൂബ്. ഞാൻ ഇങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. പക്ഷെ ഇത് എന്തായാലും ഭയങ്കര വൃത്തിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഒരു സ്കിൻ ടോൺ നല്ല അടിപൊളി സ്കിൻ, നല്ല ഗ്ലോയിങ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഐലൈനറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഐലൈനർ എന്ന് പറഞ്ഞാൽ സ്കെച്ച് ടൈപ്പ് ഐലൈനറാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്താ പറയുക ഉണങ്ങി കിട്ടും. എൻ്റെ കുഞ്ഞു കണ്ണായതുകൊണ്ട് എനിക്ക് ഇതാണ് ഭയങ്കര യൂസ്ഫുള്ള്. അപ്പോൾ ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കെച്ച് ടൈപ്പാണ് ഐലൈനർ. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുവാ, പിന്നെ മിറർ ഉണ്ട് കേട്ടോ. മിറർ നമുക്ക് ആവശ്യമാണ്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് ടപ്പ് ചെയ്യുന്ന പറയുന്നത് റെഡി ആവണമെങ്കിൽ നമുക്ക് മിറർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മിറർ ഉണ്ട് നമ്മുടെ അടുത്ത സാധനം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയൊരു കോംബോ ആണ് ചീപ്പ്. നമ്മുടെ കോംബോ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്ന നമ്മുടെ മുടിയൊക്കെ ഭയങ്കര ഇപ്പം അത്രയും ദൂരം പോയിട്ട് അവിടെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി റെഡി ആവണമല്ലോ. അപ്പോൾ ഒരു കോംബും നമ്മുടെ മിററും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ മോസ്റ്റ് റീസെൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്സുകൾ ഞാൻ കൈ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ എന്താണോ എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള ലാക്മീൻ്റെയും മെബ്ലൈൻ്റെയും ഈ 2 ഷെയ്ഡാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൻ്റെ 2ൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, റീസെൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ. അപ്പം ഇതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ. അപ്പോൾ ഈ 2 ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ എന്തുവാ, പിന്നെ മസ്കാര ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഇവിടുന്ന് കാറ്റ് കൊണ്ടൊക്കെ പോകുമ്പോൾ കണ്ണീരൊക്കെ കാറ്റൊക്കെ അടിച്ച് കണ്ണൊക്കെ ആകെ കുളമായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ടൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മസ്കാര എടുത്തിട്ടുണ്ട്. അപ്പം മസ്കാര നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ലൈനറാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ ലിപ് ലൈനർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്ലോ അല്ലെങ്കിൽ ലിപ് ബാം. നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇത് യൂസ് ആണ്. ഭയങ്കര നല്ലൊരു ലിപ് ബാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തിലുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പോൾ ഒരു ലിപ് ലൈനർ ഉണ്ട്. ലിപ് ലൈനർ അല്ല, ലിപ് ഗ്ലോ. അത് കഴിഞ്ഞിട്ട് എന്തുവാ കഴിഞ്ഞു. ഇനിയൊരു ക്രാബാണ്. ഇത് ഞാൻ പറയില്ല, ഞാൻ മുടി അഴിച്ചിരുന്ന ഒരാളല്ല, എനിക്കിഷ്ടമല്ല. മുടി നശിച്ചു പോകും, മുടിയൊക്കെ പൊട്ടി പോകും. പണ്ടൊക്കെ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് മുടി ആകെ കുളമായി, മുടി ആകെ നശിച്ചു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ കാറ്റ് കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ ബണ്ണാക്കി കെട്ടും. പിന്നെ അവിടെ ചെന്നിട്ട് അഴിച്ചിടാൻ വേണ്ടി ഇങ്ങനെ ക്രാബ് കുത്താൻ വേണ്ടി ഒരു ക്രാബ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അമൃതാഞ്ചം ഉണ്ട്. ഈ വെയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ തലവേദന എടുത്താലും ഞാൻ വെച്ചിട്ട് അമൃതാഞ്ചം ഞാൻ എടുത്ത് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അമൃതാഞ്ചം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 സാധനങ്ങളുണ്ട്. ഒരു ടിക് ടിക്ക് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലിപ്പുണ്ട്. ഇങ്ങനെ മുടി ഇങ്ങനെ ബണ്ണാക്കി കുത്തുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന 2 സ്ലൈഡും ടിക് ടിക്കുമാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗിലുള്ള സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നത് എന്തിനാണെന്നൊക്കെ നമ്മൾ എന്തായാലും പുറകെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സൺ ബാഗ്. ഇത് മോസ്റ്റ്ലി നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഗേൾസിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് ഗേൾസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കാണുന്ന ഒരാൾക്കാരാണെന്ന് എനിക്കറിയാം. പേഴ്സണലി ഞാൻ അങ്ങനെയാണ്. അപ്പോൾ മോസ്റ്റ്ലി എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ
അങ്ങനത്തെ ആഗ്രഹങ്ങൾ, അതായത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനും ഞാനും മോസ്റ്റ്ലി യൂട്യൂബിലൊക്കെ ആണെങ്കിലും അടിച്ചു നോക്കുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊക്കെ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും അത് സംഭവിച്ച് നമ്മൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് വേറെയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ഞാനപ്പം പോയിട്ടപ്പം പിന്നെ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പുറകെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ടാറ്റാ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലാക്കി കൊണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടുള്ള ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.